ശൃംഗി, കവിത, പയസ്വിനി ആയിട്ടുള്ള സവത്സയാം ഗോക്കളെ മാത്രമേ ദാനയോഗ്യരായിട്ടുള്ളൂ. അല്ലാത്ത ഇവിടെ പശുനിറവേണ്ട പറ്റി നമുക്ക് ഇതിനെ ദാനം ചെയ്തിരിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് സൽഫലം ലഭിക്കുന്നതിന് പകരം ദുഷ്ഫലമാണ് ലഭിക്കുക. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നാൽ അതിന് പകരം എന്നെ തന്നെ ദാനം ചെയ്യുന്നതായിരിക്കും അച്ഛന് നല്ല ലോകങ്ങളിൽ എത്തിച്ചേരാൻ നല്ലത് എന്ന തീരുമാനത്തോടെ നചികേതസിന്റെ അവിടെ പദത്തിലൂടെ ഒന്നാം രംഗം കഴിയുന്നു. രണ്ടാം രംഗത്തിൽ അച്ഛനോട് വന്ന് നചികേതസ് പറയാണ്, അച്ഛ പശുക്കളിൽ നല്ലതേ ഒന്നും കണ്ടെത്തിയില്ല, അതുകൊണ്ട് അച്ഛൻ എന്നെ തന്നെ ദാനം ചെയ്തോളൂ. അത് അദ്ദേഹം അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല അച്ഛൻ. അപ്പൊ രണ്ടാമതും അച്ഛനോട് ചോദിക്കുകയാണ്, ആർക്കാണ് അച്ഛൻ എന്നെ കൊടുക്കുക? അതിന് അച്ഛൻ അത്ര ശ്രദ്ധ കാണിക്കാതെ അച്ഛൻ കർമ്മങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതും ചോദിക്കും, അച്ഛ എന്നെ ആർക്കാ കൊടുക്കണേ? രണ്ടാമതും ചോദിച്ചു. മൂന്നാമതായിട്ട് ശല്യം ചെയ്യണ പോലെയായി ചെന്ന് അച്ഛനെ തോന്നിയിട്ട് പറയുകയാണ്, കേട്ടതില്ലേ മമ്മ ചോദ്യം, എന്നെ ഞാൻ ചോദ്യം കേൾക്കില്ലേ അച്ഛൻ, എന്നെ ആർക്കാ കൊടുക്കണേ? അപ്പോഴ അച്ഛന് കുറച്ച് ദേഷ്യം വന്നു. ഇടയിൽ വന്നിട്ട് ഈ പൂജ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ രസപ്പെടുത്തത് ചുണ്ടി എടുത്തിട്ട് പറയുകയാണ്, നിന്നെ യമരാജനാണ് കൊടുക്കണേ എന്ന് പറയുമ്പോഴേക്കും വാചം അർത്ഥോഭിധാവതി എന്ന് പറയണ പോലെ മഹാന്മാരുടെ വാക്കിന് കുറേ അർത്ഥം ഓടിയെത്തും എന്ന് പറയുന്നത് സമമായിട്ട് നചികേതസ് മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അച്ഛന് വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്നതോടെ അപ്പോഴെന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്നും നചികേതസിന്റെ ആത്മാവ് ഉയർന്ന് പോകുന്നതായിട്ട് ആത്മാവിനെ തന്നെ മറ്റൊരു വേഷത്തോടു കൂടി ഇതിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ കഥയുടെ പ്രത്യേകത ആത്മാവിനെ നമ്മൾ വേറെയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ആത്മാവ് ഉയർന്നു പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ രംഗത്തിൽ യമധർമ്മ രാജാവിന്റെ കുഞ്ഞിയാണ്. അവിടെ ഈ ഉണ്ണിയുടെ ആത്മാവ് ചെന്നിട്ട് നചികേതസിന്റെ ആത്മാവ് ചെന്നിട്ട് സാധാരണ അപ്പോൾ അവിടെ യമധർമ്മ രാജാവ് കത്തിയായിട്ടാണ്, കത്തിയുടെ പതിവ് പോലെ നമ്മളുടെ തെരഞ്ഞെടുപ്പും ചെറിയ ആദ്യത്തെ ആട്ടവും എല്ലാം കഴിഞ്ഞ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ചിത്രഗുപ്തനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, എവിടെയാണ് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, എല്ലാം ശരിയല്ലേ? ചിത്രഗുപ്തൻ പറയുകയാണ്, എവിടെയെങ്കിലും ഒരു നമ്മുടെ കണക്ക് പുസ്തകത്തിൽ പെടാത്ത ഒരാൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാളെ എനിക്ക് കൊണ്ടുപോയി എന്താണ് ചെയ്തതെന്ന് അറിയില്ല. അതുകൊണ്ട് അവിടുന്ന് 3 ദിവസമായിട്ട് ഒരു അതിഥി നമ്മുടെ അടുത്ത് വന്ന് കാത്തു നിൽക്കണമെന്നോ. അപ്പോൾ നമുക്ക് വലിയ ഏറ്റവും വലിയ ഉപനിഷത്തിൽ പറയുന്ന കഥകളെല്ലാം കഥയുടെ പ്രാധാന്യത്തെക്കാൾ അധികം നമ്മൾക്കുള്ള ഉപദേശങ്ങളാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു അതിഥി വന്നിട്ട് നമ്മൾ വേണ്ട പോലെ സൽക്കരിച്ചില്ല എങ്കിൽ അത് അന്ന് വരെ ചെയ്ത എല്ലാ സൽക്കരങ്ങളുടെയും പുണ്യം നശിക്കുന്നു. അതുകൊണ്ട് വേഗം ഞാൻ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് ചിത്രത്തിനോട് പറയേണ്ടതായിട്ടാണ്. നചികേതസിന്റെ ആത്മാവ് വരുന്നു, പ്രവേശിക്കുന്നു. ധർമ്മരാജാവ് ഇറങ്ങി വന്ന് സ്വീകരിച്ച് പീഠത്തിലിരുത്തി സൽക്കരിച്ചതിന് ശേഷം എന്താണ്, ഒരാതെ ചെയ്തൊരു തെറ്റിന് പാരാതെ ക്ഷമ ചെയ്യണം, ഓരോ രജനിക്കും പകരം ഓരോ വരം തരുവനും. 3 ദിവസം ഞാൻ അങ്ങനെ സൽക്കരിക്കാതെ എത്തിയത് എന്നോട് ക്ഷമിക്കണം, 3 ദിവസത്തിന് പ്രായശ്ചിത്തമായിട്ട് ഞാൻ കൊണ്ട് വരം തരാം എന്ന് പറയുന്ന യമധർമ്മരാജാവിനോട് അദ്ദേഹം നചികേതസ് ആദ്യത്തെ വരമായിട്ട്, ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഭയമോ ദേഷ്യമോ കൂടാതെ, ദേഷ്യപ്പെട്ടിട്ടാണ് ഞാൻ പോരേണ്ടി വന്നത്. ഇനി തിരിച്ചു ചെല്ലുമ്പോൾ മരിച്ച ഒരാൾ തിരിച്ചു ചെല്ലുമ്പോൾ എത്രയും പ്രിയപ്പെട്ടവരായാൽ പോലും ഭയം തോന്നുക സാധാരണമാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ കോപമോ ഭയമോ കൂടാതെ എന്നെ പുത്രനായിട്ട് സ്വീകരിക്കാനുള്ളവരാണ് പ്രഥമം വരവിന്ദം. വളരെ സന്തോഷമായിട്ട് ധർമ്മരാജാവ് ഉടനെ ആ വരം കൊടുക്കാൻ അനുഗ്രഹിച്ചു. പിന്നീട് രണ്ടാമത്തെ വരം എന്താണ് ചോദ്യം, ജരയോ നരയോ അശനപിപാസയോ പരിവർത്തനം ചെയ്യാത്ത സ്വർലോക പ്രാപ്തിക്കായി. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അഗ്നി, അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക തത്വം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ ധർമ്മരാജാവ് അത് ഉപദേശിച്ചു കൊടുത്തു. അതിനകത്ത് ആനന്ദ ലോകപ്രാപ്തി കാരണമിതം അഗ്നി നിബോധ നചികേത, മേലിൽ ഈ മന്ത്രമെന്നും നാചികേതാഗ്നി എന്ന് പാലിൽ പ്രസിദ്ധമായി തീരും എന്നും കൂടി അനുഗ്രഹിച്ചു. ഞാൻ ഈ പറയുന്ന മന്ത്രം ഇനി മേലിൽ നാചികേതാഗ്നി എന്ന പേരിലായിരിക്കും
എന്ന് ഇപ്പോൾ 2 വരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. 3ാമത്തെ വരമായിട്ട് ഈ സംസാരാനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രതിപാദ്യ തത്വമായിട്ടുള്ളത്, ആർക്കാണ് കർത്തൃത്വം ഭോക്തൃത്വം, ഇതെല്ലാം ശരീരത്തിനാണോ അതോ ആത്മാവിനാണോ? മരണാനന്തര തത്വം, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട തത്വം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ യമധർമ്മരാജാവ് ഉണ്ണിയെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അധികാരിക്ക് മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ അധികാരിയുടെ കയ്യിലേക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, പാത്രം അറിഞ്ഞു വേണം ദാനം എന്നതുകൊണ്ട് യമധർമ്മരാജാവ് പലതും പറഞ്ഞ് ആ ഉണ്ണിയെ ഈ ചോദ്യത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെയാണ് വേണ്ടത്? ഈ കുട്ടിയല്ലേ, നിങ്ങൾക്ക് ധാരാളം സ്വത്ത് വേണോ, നല്ല നല്ല പെരകൾ താമസിക്കാനുള്ള ആശ്രമം പോലെയുള്ള 2 ഗംഭീരമായിട്ടുള്ള ഗൃഹങ്ങൾ വേണോ, പിന്നെ സുന്ദരിയായിട്ടുള്ള കന്യകകളെ വിവാഹം കഴിക്കാൻ സാധിക്കും, നിനക്ക് എത്ര വേണമെങ്കിലും ഭൂമി തരാം, അല്ല ഇതിനൊക്കെ പുറമേ എനിക്ക് തരാമെന്നത് നീ സ്വച്ഛന്ത മുക്തിയായിട്ട് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാൻ എനിക്ക് അവസരം തരാം. അപ്പോൾ ഈ ബുദ്ധിതത്വം ഗ്രഹിക്കണമെന്ന അത്യാഗ്രഹം വെളിയൂടി എന്ന് പറയുമ്പോൾ ആത്മാവ് നചികേതസ് പറയാണ്, എനിക്ക് യുദ്ധത്തിൽ തെറ്റിക്കൊതിയില്ലേ, എനിക്ക് ധനസമ്പാദനത്തിന് ഒന്നും ആഗ്രഹമില്ല. പിന്നെ അവിടുന്ന് പറഞ്ഞ പോലെ എനിക്ക് ആയുസ് അവിടുന്ന് അനുവദിച്ച് തന്നു, ഞാൻ ജനിക്കുമ്പോൾ എത്ര ആയുസാണോ അവിടുന്ന് ഉദ്ദേശിച്ചത് അത്രമാത്രമേ എനിക്ക് വേണ്ടതുള്ളൂ, അത് കൂടുതലൊന്നും എനിക്ക് വേണ്ടതില്ല. അങ്ങനെ ആ ചോദ്യത്തിൽ നിന്നെല്ലാം കഠോപനിഷത്ത് നമുക്കറിയാം, അതിൽ ഈ ചോദ്യോത്തരങ്ങളാണ് ഏറ്റവും അധികം. തത്വങ്ങൾ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഥ. ഇവിടെ നമ്മൾ കഥയ്ക്ക് വേണ്ടിയിട്ടാണ് കഥകളി, കഥയും കളിയുമാണ്. അപ്പോൾ തത്വങ്ങൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് അതിലെ സംഭാഷണങ്ങൾ മുഴുവൻ ഈ കഥയിലേക്ക് കൊണ്ടുവന്നാൽ അത് എത്രമാത്രം രുചിക്കും എന്നറിയില്ല. അതുകൊണ്ട് അത്രമാത്രമേ ഈ പ്രധാനപ്പെട്ട ഇത്രയും മാത്രമേ കഥകളിയിലെ പദമായിട്ട് എഴുതിയിട്ടുള്ളൂ. പിന്നെ വാഴജ്ഞാനാരണ ഇവനെന്ന് അവനെ കണ്ട അന്തകൻ അവിദ്യാതത്വമോടൊപ്പം വിദ്യാതത്വമോദിനാണ്. അപ്പോൾ വളരെ സംപ്രീതനായിട്ടുള്ള യമധർമ്മരാജാവ് ആ മരണ ജനന തത്വം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ തത്വം? പിന്നീട് നമ്മൾ ഗീതാകാരൻ്റെ കൃഷ്ണന്റെ വാക്കുകളിലൂടെ നമ്മൾ ഭഗവത്ഗീതയിൽ വായിച്ചിട്ടുള്ള അതേ ശ്ലോകം തന്നെയാണ്. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ പ്രത്യേകത ഞാൻ കണ്ട് മനസ്സിലാക്കിയത്, ആ ശ്ലോകത്തിനെ വേറൊരു വിധത്തിലാക്കാൻ പോലും വ്യാസഭഗവാൻ ശ്രമിച്ചിട്ടില്ല. ആ ഉപനിഷത്തിലെ അതേ മന്ത്രം തന്നെ ഭഗവത്ഗീതയിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ന ജായതയും ദ്വയതയും വാവിവശ്ചൻ നായം ഉദശ്ചൻ ന ബഭൂവകശ്ചൻ അയോ നിത്യ ശാശ്വതോയം പുരാണം ന ഹന്യതയെ ഹന്യമാനേ ശരീരം മാത്രമാണ് ഹന്യമാനമായിട്ടുള്ളത്. അകത്തെ ആത്മാവിന് മരണമില്ല, അജനാണ്, നിത്യനാണ് എന്നുള്ള ആ തത്വം. അപ്പോൾ അതിനെ ഞാനും വേറെ മലയാള ശ്ലോകത്തിലേക്കോ എടുക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെ തന്നെ അത് വെച്ചിട്ടേ ഉള്ളൂ. അതാണ് നല്ലതെന്ന് അവിടുത്തെ ബംഗാളിയിൽ നിന്നെല്ലാം വന്ന മാതാജ്മാർ വളരെയധികം അത് അങ്ങനെ തന്നെ വെച്ചതാണ് നന്നായതെന്ന് എന്നോട് പറയുകയില്ല. അപ്പം ആ ഉപദേശം ഗ്രഹിച്ചുകൊണ്ട് യമധർമ്മരാജാവിനെ വീണ്ടും നമസ്കരിച്ച് അതേ ആത്മാവ് പ്രത്യേക നൃത്ത ചാതുരിയോടെ അവിടുന്ന് പോരുന്നതായിട്ട് 3ാം രംഗം അവസാനിക്കുന്നു. പിന്നെ 4ാമത്തെ രംഗത്തിൽ ഉപനിഷത്തിൽ അറിയാം, അത് മാത്രമേ ഉള്ളൂ. നചികേതസുമായിട്ടുള്ള സംഭാഷണത്തിൽ അവിടെ നിൽക്കുന്നത്. നമ്മൾക്ക് കഥകളിയാകുമ്പോൾ അതിനൊരു പരിണാമ ബുദ്ധിക്കായിട്ട് 4ാമത്തെ രംഗത്തിൽ ഇവിടെ ദുഃഖിതനായിട്ടിരിക്കുന്ന ഗൗതമ ബ്രാഹ്മണന്റെ സമീപത്തേക്ക് നചികേതസ് വരുന്നതും അച്ഛനും മകനും കൂടിയുള്ള പുനഃസമാഗമ രംഗം എന്ന് തന്നെ പറയാം. വളരെ സന്തോഷത്തോടു കൂടി അവർ മകനെ അച്ഛൻ അനുഗ്രഹിക്കുന്നത് കീർത്തിത സങ്കീർത്തിയായി ആർത്തിയറിഞ്ഞിനി ഞാൻ വർദ്ധിച്ച ചിരം പുത്ര ധാത്രിക്കൊരു മിത്രനായി ഈ അജ്ഞാനമാകുന്ന തിമിരത്തെ അകറ്റുന്ന മിത്രനായിട്ട്, സൂര്യനായിട്ട്, ജ്ഞാനത്തിൻ്റെ വെളിച്ചം പകരുന്ന സൂര്യനായിട്ട് നീ എന്ന് വർദ്ധിക്കുമെന്ന് പിതാവ് അനുഗ്രഹിക്കുന്നതുമായിട്ടാണ് ഈ കഥയെ സമാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ 4 രംഗങ്ങളിലായിട്ടാണ് ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ കഥ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കലാമണ്ഡലം സാജനാണ്. ഇതിലെ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പാൽനാട് ദിവാകരൻ്റെ മകള് ദീപ പാൽനാടാണ്. ഈ പാട്ട്
ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ തൃശ്ശൂർ ആദ്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ ദീപ തന്നെയാണ് അവിടെ പാടിയത്. അവിടെ കളിച്ചവരും എല്ലാവരും ശാരദാമഠത്തിലെ പെൺകുട്ടികൾ തന്നെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് 4 വേഷങ്ങളും പെൺകുട്ടികളുടെ തന്നെയായിരുന്നു, പാട്ടും സ്ത്രീകളുടെ തന്നെയായിരുന്നു. ഇവിടെ ഇപ്പം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഗൗതമ ബ്രാഹ്മണൻ, കലാമണ്ഡലം സാജൻ, നചികേതസ്, പീശപ്പള്ളി രാജീവൻ, ആത്മാവ്, ഇന്ദുജ നമ്പീശൻ, യമധർമ്മരാജാവ്, കോട്ടയ്ക്കൽ കേശവൻ കുണ്ടലായർ, പാട്ട് സദനം ശിവദാസ്, സദനം രാജേഷ് ബാബു, പാട്ട് സദനം ശിവദാസ്, കലാമണ്ഡലം രാജേഷ് ബാബു, ചെണ്ട കലാമണ്ഡലം ബാലസുന്ദരൻ, മദ്ദളം കലാമണ്ഡലം മനീഷ്, ചുട്ടി കലാനിലയം പത്മനാഭൻ, അണിയറ കോപ്പ് ചെരിയ ചെമ്മഞ്ചേരി. എല്ലാവരും ഈ കളികളുടെ ആസ്വദിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന പ്രതീക്ഷയോടെ നമസ്കാരം. നന്ദി.